എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫാർമസി ഓൺലി പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു +2 പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. കാരണം ഈ ഒരു ഫാർമസിക്ക് +2 മാർക്ക് പരിഗണിക്കുന്നില്ല. കീമിൻ്റെ ആ ഒരു ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്കാണ് പരിഗണിക്കുന്നത്. അതുപോലെ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അതായത് എഞ്ചിനീയറിംഗ് കൂടി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +2 മാർക്കും അതുപോലെ തന്നെ ഈ ഒരു കീമിൻ്റെ മാർക്കും പരിഗണിച്ചുകൊണ്ടാണ് എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 30 വൈകിട്ട് 3 മണി വരെയാണ് ഓൺലൈനായിട്ട് ഈ ഒരു നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട്, അതായത് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഏത് +2 മാർക്കാണ്, അത് ഇപ്പോൾ എഴുതിയ +2 മാർക്കാണ് ഉള്ളതെങ്കിൽ ആ ഒരു +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവിടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അതായത് +2 മാർക്ക് വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഒരുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് എങ്ങനെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 മാർക്ക് നൽകാം എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും, കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്നോളജിയുടെയും, കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ബയോടെക്നോളജിയും പഠിച്ചിട്ടില്ലാത്തവർക്ക് ബയോളജിയുടെയും മാർക്ക് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് 2ാം വർഷത്തെ അതായത് +2 മാർക്ക് മാത്രമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയും ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. അതായത് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നൽകി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം അത് ലോഗിൻ ചെയ്ത് ഹോം പേജിൽ പ്രവേശിച്ച ശേഷം മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ള അതായത് ENGG എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയിൽ അതായത് +2 അതായത് 2ാം വർഷത്തെ മാർക്ക് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. കെമിസ്ട്രിക്ക് പകരം നേരത്തെ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളുടെ മാർക്ക് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പഠിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. യോഗ്യതാ പരീക്ഷ പാസ്സായ ബോർഡ് അതുപോലെ തന്നെ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകൾ ഈ ഒരു ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെബ് പേജിൽ ദൃശ്യമാകുന്നതായിരിക്കും. ഈ ഒരു വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് അതിൽ നൽകിയിട്ടുള്ള മാർക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ മാർക്കും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുകയും അത് കറക്റ്റാണ് എങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തിരുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഇനി വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് എങ്കിൽ ചേഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരിയായ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷാ ബോർഡുകളിൽ നിന്നും പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഓഫീസിൽ ലഭ്യമാക്കാത്ത പക്ഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ബോർഡ് അതായത് ഏതാണ് നിങ്ങളുടെ എക്സാം ബോർഡ് അതുപോലെ തന്നെ പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യമാകുന്ന പേജിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കും വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്നത് പോലുള്ള രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൻ്റെ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും ബോർഡ് ഡാറ്റ ലഭ്യമാകാതിരുന്നതിനാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും മാർക്കുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾ PDF ഫോർമാറ്റിൽ അതായത് നിങ്ങൾക്ക് ക്ലിയർ ഉള്ളതും അതുപോലെ വായിക്കാൻ സാധിക്കുന്നതും ആയിരിക്കണം, അതുപോലെ തെറ്റില്ലാത്തതും ആയിരിക്കണം നിങ്ങൾ ഈ ഒരു PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്ന മാർക്ക് തന്നെയാണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുത്തോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് PDFന് ഒരു പേര് ഇട്ട് കൊടുത്തുകൊണ്ടോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം PDF മാറിപ്പോകരുത്. അതുകൊണ്ടാണ് നിങ്ങളുടെ +2 മാർക്ക് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തി നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. കാരണം ചില വിദ്യാർത്ഥികൾ PDF
അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു മാർക്ക് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കുകൾ സമർപ്പിച്ച ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് നിങ്ങൾ ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് PDF രൂപത്തിലോ അല്ലെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഹാർഡ് കോപ്പി ആയിട്ടോ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഹാർഡ് കോപ്പി ആയിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൽ തിരുത്തൽ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികൾ ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നതിനാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ, അതായത് നിങ്ങൾ മാർക്ക് ലിസ്റ്റ് PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടുകയുള്ളൂ. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ +2 മാർക്ക് ഷീറ്റ് എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഇവിടെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസൊക്കെ അഡ്മിഷൻ സമയത്ത് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ആയിരിക്കണം, അതായത് കറക്റ്റ് ഡോക്യുമെൻ്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രവേശന പരീക്ഷയ്ക്ക് നിശ്ചിത യോഗ്യത നേടുന്നവരെ മാത്രം ഉൾപ്പെടുത്തിയായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നോർമലൈസ്ഡ് മാർക്ക് മിനിമം 10 മാർക്കെങ്കിലും നേടിയ വിദ്യാർത്ഥികളെ മാത്രമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിലെ ക്ലോസ് 9.4 പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുകയും ക്ലോസ് 6 പ്രകാരം നിശ്ചിത യോഗ്യത നേടുകയും ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനത്തിന് അർഹത ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥി നിങ്ങളുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് മാത്രമാണ് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫാർമസി ഓൺലി എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങളുടെ ഈ ഒരു രീതിയിലുള്ള ലിങ്ക്, അതായത് ഈ ഒരു മാർക്ക് സബ്മിഷൻ ഫോർ ENGG എന്നുള്ള ലിങ്ക് നിങ്ങളുടെ പേജിൽ കാണുന്നതായിരിക്കില്ല. എഞ്ചിനീയറിംഗ് ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തവർക്ക് മാത്രമാണ് ഈ ഒരു ലിങ്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.